ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഉണ്ടല്ലോ, ഇന്ന് ഞാനൊരു കുട്ടി വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കേട്ടോ. വലിയ സംഭവമൊന്നുമല്ല, ഞങ്ങളുടെ നാട്ടിൽ നല്ല മഴയാണ്. കുറേ ദിവസമായി ഇങ്ങനെ മഴ പിടിച്ച്, മഴക്കാലം തുടങ്ങി നന്നായിട്ട് മഴയായി. അപ്പം ഞാനിങ്ങനെ വിചാരിച്ച് 2-3 ദിവസമായില്ലേ ഇങ്ങനെ ഇരിക്കുന്നു, അപ്പം നമുക്കൊന്ന് പുറത്തു പോയി ഒന്ന് റീഫ്രഷൊക്കെ ആയാലോ. അപ്പോൾ ഞാൻ ഏറ്റവും അടുത്ത ഉള്ളൊരു സ്ഥലം ഞാനങ്ങനെ കണ്ടെത്തി. കഴിഞ്ഞ ആഴ്ച നിങ്ങളൊരു വാട്ടർഫോൾസൊക്കെ കാണിച്ചു തന്നു. അതുപോലെ ഈ മഴക്കാലമായതുകൊണ്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അടുത്ത വാട്ടർഫോൾസിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളെ ഇങ്ങനെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ വളയുടെയും എൻ്റെ ഈ ചുരിദാറിൻ്റെയൊക്കെ കളറിലുള്ള നല്ല എന്താ പറയുക ചെടികളിലും അതിലേറെ പൂമ്പാറ്റകളും. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ ആസ്വദിക്കുന്നത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് ചിന്തിച്ചു. പിന്നെ അതിലേറ്റവും രസമൊക്കെ ഇവർക്ക് ഒട്ടും പേടിയൊന്നുമില്ല കേട്ടോ. ഉണ്ട്, എൻ്റെ അടുത്തൂടെ വന്ന് അവരതിലെ തേൻ നുകരുകയാണ്. കണ്ടോ, ഞാനിങ്ങനെ കൈകൊണ്ട് അടുത്ത് ചെന്നിട്ട് പോലും അവർ വലിയ പ്രശ്നക്കാരൊന്നുമല്ല. അപ്പം ഇതൊരു എന്താ പറയുക, നമ്മൾ ശരിക്കും ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് പോവുക. അപ്പം നമുക്ക് വിട്ടേക്കാം അല്ലേ? ചിലപ്പോൾ എല്ലാവരും ഒന്ന് പോരെ, നമുക്ക് യാത്ര തുടരാം. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്താണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാപ്പിമലയിലേക്ക്. ഇവിടുന്ന് വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടുകളോ കാര്യങ്ങളോ ഒന്നും കേൾക്കുന്നില്ല. പക്ഷെ പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള കണ്ടോ കോടമഞ്ഞും മലകളും നല്ല പച്ചപ്പാർന്ന സ്ഥലങ്ങൾ. അതുകൊണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടം തോന്നി, ഒന്ന് കാണണമെന്നും കുറച്ച് വിഷ്വൽസൊക്കെ എടുക്കണം എന്നൊക്കെ തോന്നി. അങ്ങനെ ഞാനിങ്ങനെ ഓരോന്ന് കാണിച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയും കൂടെ നമുക്ക് കണ്ടങ്ങ് പോകാമല്ലോ, ആസ്വദിച്ച് നമുക്കിങ്ങനെ പോകാമല്ലോ. മഴയായതുകൊണ്ട് മൊത്തത്തിലൊരു ഇങ്ങനെ നല്ല പച്ചച്ചിങ്ങനെ കിടക്കുകയാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം നമ്മളിങ്ങനെ പോകുന്ന ഓരോ സ്ഥലങ്ങളിങ്ങനെ കണ്ട് ആസ്വദിച്ച് നമ്മളങ്ങനെ പോകുവാണ്. അപ്പം പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും പറഞ്ഞാൽ ഒരു ഹിൽ ടോപ്പിലാണ് നമ്മളുടെ ഈ വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പം അവിടെ എത്തുന്നോടം വരെ നല്ല രസകരമായ സ്ഥലങ്ങളാണ് നമുക്കിത് കണ്ടു പോകാൻ. അപ്പം നമുക്ക് കൂടുതൽ ആസ്വദിച്ച് നമുക്ക് പോകാം അല്ലേ. എന്തായാലും ഇവിടെ ഇറങ്ങി വന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നേ. പക്ഷേ ഉണ്ടല്ലോ, ഇപ്പം മഴയെല്ലാം കുറഞ്ഞ് നല്ല വെയിലൊക്കെ ആവാൻ തുടങ്ങി. ഈ നമ്മുടെ കറക്റ്റ് സ്പോട്ടിലെത്തുമ്പോൾ ഇതേ കാലാവസ്ഥയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കൊന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാമായിരുന്നല്ലേ. പക്ഷെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പോയില്ല നീലിക്കയത്ത്, അവിടെ പോയപ്പോൾ അസാധ്യ മഴയായിരുന്നു. അപ്പം നമുക്ക് തുടരാം അല്ലേ, യാത്ര പോകാം. അപ്പം നമ്മളീ പോകുന്ന വഴിക്കുണ്ടല്ലോ കുട്ടി കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട് കാണാൻ. അപ്പം ഞാൻ ഒന്നും മിസ്സാവാതെ അതെല്ലാം ഞാൻ എൻ്റെ ക്യാമറയിലേക്ക് പകർത്തുവാണ്. കാരണം അതൊക്കെ എന്തൊക്കെയോ രസങ്ങളാണ് അത് കാണാൻ. ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു തരാവേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ നല്ല കുട്ടി വെള്ളച്ചാട്ടങ്ങളുണ്ടെന്ന്. അപ്പം ഇതൊക്കെ പോകുന്ന വഴിക്ക് ഓരോ വെള്ളച്ചാട്ടങ്ങളാണ് കേട്ടോ. വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഞാനങ്ങ് പറയുന്നതാണ്. ഇതിനുമില്ല, ആ കാട്ടിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന ഇത് കാണാൻ ഇതിനും ഇല്ലൊരു ഭംഗി അല്ലേ. അപ്പം നമ്മളിതിപ്പോൾ ഒരു കട്ട് റോഡിലേക്ക് കയറി ഈ മൺ റോഡിൽ കൂടെ കുറച്ചും കൂടെ 250 മീറ്റർ കൂടെ കഴിയുമ്പോഴാണ് നമ്മൾ വാട്ടർഫോൾസിലേക്ക് എത്തുന്നത്. താഴേന്നേ നമുക്ക് ഹൈറ്റിൽ ഇങ്ങനെ വെള്ളം ചാടുന്ന കാണാം. പക്ഷെ എനിക്ക് ഡ്രൈവിങ്ങും എടുക്കലും കൂടെ ബുദ്ധിമുട്ടായതുകൊണ്ട് അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഷോട്ട് നോക്കാം ഞാൻ കേട്ടോ, എടുക്കാൻ പറ്റുമോ നോക്കാം. തിരിച്ചിറങ്ങി പോകുമ്പോഴാണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. എനിവേ എന്തായാലും നല്ലൊരു കാലാവസ്ഥയായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയ പോലത്തെ അവസ്ഥയൊന്നുമല്ല. അടിപൊളി ആണ്ട്. അത് ഞാൻ ഓർത്ത് എനിക്കത് എടുക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ ഇതാണ്ട് നന്നായിട്ട് ഇവിടുന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ കാറ് പാർക്ക് ചെയ്യാനും ഒക്കെ സ്ഥലമുണ്ട് കേട്ടോ. കുറേ ആൾക്കാരൊക്കെ, കുറേ എന്ന് പറഞ്ഞാൽ ഒത്തിരിയൊന്നുമില്ല, എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ എവിടെ നിന്നൊക്കെയോ വന്നവർ ഇത് ആസ്വദിക്കാനൊക്കെ ആയിട്ട് ഇവിടെ കുറേ യൂത്തന്മാരെയാണ് കാണുന്നത്, യുവജന. അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തു. ഇവിടെ പാർക്കിംഗ് ഫീസ് 50 രൂപയാണ്. എൻ്റെ ഫേസിൽ എന്തെങ്കിലും ഉണ്ടോ ആവോ, ഞാനൊരു പപ്സൊക്കെ കഴിച്ചു വിടുന്നേ. അപ്പം പാർക്കിംഗ് ഫീസ് 50 രൂപ നമ്മൾ കൊടുത്തു. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത്
ഞാൻ കാണിച്ചു തരാം. അപ്പം ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകണം. അപ്പം എനിക്ക് മുമ്പേ കുറേ ഫാമിലിയും ഒക്കെ പോകുന്നുണ്ട്. അപ്പം എനിക്കാരും കമ്പനിക്കില്ല, ഞാൻ തന്നെയേ ഉള്ളൂ. അപ്പം ഞാൻ കാണിച്ചു തരാം, ഇവിടെ നിന്നുള്ളൊരു വിഷ്വൽസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ആ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം, നമ്മൾ ശരിക്കും അടിവാരത്താണല്ലോ ഉള്ളത്. അപ്പം അതിലൂടെ ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച വേറൊരു ടൈപ്പ് വാട്ടർഫോൾസ് നമ്മൾ കണ്ടു, ഈ ആഴ്ച വേറൊരു രസം. ഓരോന്നിനും ഓരോന്നിൻ്റേതായ ഒരു ബ്യൂട്ടി ഉണ്ടല്ലേ. എന്നെ പറഞ്ഞാലും എൻ്റെ കണ്ണൂർ നല്ലതല്ലേ. എന്താ പറയുക, ഇത്രയും അടുത്ത് വലിയ ചിലവൊന്നുമില്ലാതെ നമുക്ക് ഇത്രയും മനോഹരമായ കാഴ്ച കാണാൻ പറ്റിയില്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വൺ ഡേ ട്രിപ്പൊക്കെ വെക്കണമെങ്കിൽ ഒരു മിനിമം ഇന്നത്തെ കാലത്ത് ഒരു 5,000 റുപ്പീസൊക്കെ വേണം. നമ്മൾ മക്കളെയും കൊണ്ടൊക്കെ ഒന്ന് പുറത്ത് ഇറങ്ങുവാണെങ്കിൽ അല്ലേ. ഇതെനിക്ക് എന്നെ കൂടിപ്പോയ ഒരു 250 രൂപയുടെ എണ്ണ, ഒരു പപ്സ്. ഇന്നത്തെ കാര്യം കുശാലായി. അതും ഞാൻ പറഞ്ഞില്ലേ, 3-4 ദിവസമായി മഴയൊക്കെ പിടിച്ച് വീടിൻ്റെ ഉള്ളിൽ പോസ്റ്റായിട്ടിരിക്കുമായിരുന്നു. ബൈക്ക് പോകുന്നില്ല, ബൈക്കുകാരനും ഇവിടെ വെച്ചു. വേറൊരു കാഴ്ച കാണിച്ചു തരാവേ. അങ്ങ് മുകളിലെങ്ങാണ്ട് മരം മുറിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവർ താഴേക്ക് തടിയിടുന്ന കണ്ടോ, ചുമന്നിറങ്ങാതെ കുത്തനെ കണ്ടോ, മരം ഉരുണ്ട് വീഴുന്നുണ്ട് താഴേക്ക്. മുട്ടി കഷ്ണങ്ങൾ ഇങ്ങനെ താഴേക്ക് വീഴ്ത്തിക്കൊണ്ടിരിക്കും അവർ. പിന്നീടുള്ള കാഴ്ച, നമ്മൾ ആ സ്പോട്ടിലെത്തിയില്ല കണ്ടോ, കുറച്ച് കുട്ടികൾ ഇവിടെ റീൽസ് എടുക്കുന്ന പ്രിപ്പറേഷനിലോ ഡാൻസ്. ഇപ്പോൾ കുട്ടികളെയും കൊണ്ട് വരാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഫാമിലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കണ്ടോ. അവർ ആ തെറ്റിക്കിടക്കുന്ന പാറക്കല്ലേ കിടന്നിട്ടാണ് ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ ഇടുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പ്രായം എത്രയായെങ്കിലും അവരുടെ കൂടെ ശരിക്കും എനിക്കും കളിക്കാൻ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഒരു കൈത്തോട് പോലെ ഒരു സംഭവമുണ്ട്. അപ്പം അത് കടന്നു വേണം നമ്മൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ. ഈ കൈത്തോട്ടിലാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കുട്ടികൾ റീലെടുക്കുന്നുണ്ടെന്ന്. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറേ പേര് ഇങ്ങോട്ടേക്ക് വരുന്നുമുണ്ട്. വന്നും പോയി ആൾക്കാരിരിക്കുന്നു. പൊതുവെ ഇന്ന് എന്നാന്ന് ചോദിച്ചാൽ ഒരു അവധി ദിവസമാണ്. രണ്ടാമത് എന്താണെന്ന് ചോദിച്ചാൽ നല്ല കാലാവസ്ഥയാണ്. അപ്പം ഫ്രീ ആയിട്ടിരിക്കുന്നതുകൊണ്ട് എല്ലാവരും തന്നെ വന്നു പോകുന്നുണ്ട്. ഏതാണ്ടൊരു റോഡിൽ കൂടെ നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ തോടും ഉണ്ട്. കല്ലൊക്കെ നല്ല തെറ്റി കിടക്കുവാണേ. നമ്മൾ രണ്ടാമത്തെ തോടും മുറിച്ച് കിടക്കുവാണ്. ഒരു കയ്യിൽ ക്യാമറ, മറു കയ്യിൽ കുട. ആകെ ഒരു ബാലൻസിൽ വേണം നമ്മൾ. ഞാനിപ്പോൾ കാണിക്കുന്ന നല്ല രസകരമായൊരു കാഴ്ചയല്ലേ. പിന്നെ നമ്മൾ അങ്ങനെ ആദ്യത്തെ ഒരു കുഞ്ഞു കാട്ടരുവിയോ തോട് മുറിച്ച് കടന്നു, രണ്ടാമത്തേത് കടന്നു, മൂന്നാമത്തെ പിന്നെയും നമ്മളിങ്ങനെ കല്ലൊക്കെ ഉള്ള ചെറിയ മൺപാതകൾ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം ഇവിടുന്ന് കുറച്ചും കൂടെ പോകണം മെയിൻ വെള്ളച്ചാട്ടത്തിലേക്ക്. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, വന്ന ദിവസം എന്തായാലും സൂപ്പറായിട്ടുണ്ട്. കാരണം നമ്മൾ രാവിലെ ഭയങ്കര മഴയായിരുന്നു. ആ മഴയത്ത് നമുക്ക് എവിടെയും പോകാൻ തോന്നില്ല, ഇങ്ങനെ മടി പിടിച്ചിരിക്കാനേ തോന്നുള്ളൂ. അപ്പോൾ ആകെ ബോറിംഗ് ആയിട്ട് വെറുതെ വണ്ടി എടുത്തൊന്ന് ഇറങ്ങിയതാണ്. അപ്പം വന്ന് സ്പോട്ടിലെത്തിയപ്പോഴത്തേക്ക് മഴയെല്ലാം പോയി. അതുകൊണ്ട് എന്തായാലും ഇന്നത്തെ ദിവസം മോശമായില്ല കേട്ടോ. ചെറുതായിട്ട് തന്നെ കതയ്ക്കാൻ തുടങ്ങി. ചെറിയൊരു കുഞ്ഞു കയറ്റമാണേ. ആദ്യമൊന്നും ഇങ്ങനെ എന്താ പറയുക, ഇത്രയൊന്നും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെന്ന് തോന്നുന്നു ഇതുപോലെ ആളും തിരക്കുകളും അവിടെ അത്യാവശ്യം ഒരു കോഫി ഷോപ്പും ഒക്കെ ആയി തുടങ്ങിയത്.
ഇവിടെ 2 വഴി കാണുന്നുണ്ട്. ഇതിലേത് വഴിയായിരിക്കും? ആരോ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വരുന്നവർക്ക്, പുറത്തുനിന്നൊക്കെ വരുന്നവർക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യവും ഇതാണ്ട് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. കുത്തനെ ഒരു കഷ്ടി ഒരാൾക്ക് നടന്നു പോകാൻ പറ്റുന്ന വീതിയിലുള്ള റോഡാണ്. ഒരു കയറ്റമാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ടേക്ക് ആരോ മാർക്ക് കിടക്കുന്നേ. അപ്പം പതിയെ ഞാൻ ഇങ്ങോട്ടേക്ക് കയറാൻ പോവാണേ. പക്ഷെ ഇപ്പം ആരെയും കാണുന്നില്ല. എൻ്റെ കൂടെ വന്ന ഫാമിലിയൊക്കെ എന്നെക്കാളും മുമ്പേ പോയെന്ന് തോന്നുന്നു. നല്ല ചീവീടിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് ശരിക്കും. ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാവേ. അങ്ങ് മുകളിൽ നിന്ന് കണ്ടോ വേറൊരു, കാണാൻ പറ്റുന്നുണ്ടോ? നല്ല കോടമഞ്ഞും ഒരു ഇങ്ങനെ എന്നാ പറയുക, ആകാശത്തുനിന്ന് ഇങ്ങനെ ഒരു വെള്ളവള്ളി കെട്ടിയ പോലെ വലിയൊരു പാറക്കല്ലേന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ചൊലിച്ചൊലിച്ച് വരുന്നുണ്ടോ? കോടമഞ്ഞ് കണ്ടോ ഇങ്ങനെ ഈ നട്ടുച്ച നേരമായപ്പോഴും ഇങ്ങനെ പോകുന്നുണ്ടോ? എന്ത് രസമല്ലേ കാണാൻ. അപ്പം നമ്മൾ ഏകദേശം അതിൻ്റെ വാട്ടർഫോളിൻ്റെ അടുത്തെത്താറായി. പക്ഷേ ഈ നടന്നു പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുത്തനെ കയറ്റമുണ്ട്. അതും ഇങ്ങനെ ഉണ്ടക്കല്ലുകളും സാധാരണ മൺപാതയിൽ കൂടെ അങ്ങനെ കുറച്ചങ്ങ് ദൂരം നടന്ന് മുകളിലേക്ക് പോകണം. അപ്പം നമ്മൾ കാണാൻ പോകുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ഏകദേശം നമ്മൾ എത്തിക്കഴിഞ്ഞു. ഈ കയറ്റം കയറുന്നതുകൊണ്ട് കഥപ്പുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ ഉണ്ടല്ലോ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്ര മലമുകളാണെങ്കിൽ പോലും ഇവിടെയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഇതുണ്ടോ പുതിയ വാഴത്തോട്ടമാണ് ആ കാണുന്നത്. വാഴ കുഞ്ഞുങ്ങളെ വെച്ച് കാട് വെട്ടിത്തെളിച്ച് നോക്ക് വാഴ കുഞ്ഞുങ്ങളെ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് കൊണ്ട് ആ മലയുടെ മുകളിൽ നിന്ന് ഞാൻ പറഞ്ഞ ഒരു വെള്ളക്കയറ് കെട്ടുന്നത് പോലെയാണ് അവിടുന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ച് വരുന്നത്. പിന്നെ പറയാം നമ്മൾ കാണാൻ പോകുന്ന ആ വെള്ളത്തിൻ്റെ ബാക്കി കുഞ്ഞു വെള്ളങ്ങൾ താഴേക്ക് ഇങ്ങനെ ഒലിച്ച് വരുന്നതാണ്. അപ്പം ഇതാണ്ട് നമ്മൾ പറഞ്ഞ് നമ്മൾ നമ്മുടെ കാപ്പിമല വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പം അതാണ്ട് നമ്മളങ്ങനെ എത്തി. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ. ഞാൻ വന്നു കഴിഞ്ഞപ്പം എല്ലാവരും ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയവരാണ്. Okay.
ശരിക്കും ഞാനിതിൻ്റെ അടിവാരത്തിലാണുള്ളത്. കുട്ടികളൊക്കെ കണ്ടോ, ഇത് ഡേഞ്ചറാണ് ഇതിൻ്റെ അടിയിൽ കുളിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞാൽ അതൊന്നും അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ശരിക്കും എൻജോയ് ചെയ്യുകയാണ്. ഇതിൻ്റെ അടിയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. അവർ ഇവിടുന്ന് കുറച്ച് ഗ്രൂപ്പായിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട്. വീട്ടിലെ എക്സ്പീരിയൻസ് ആണ്. അടിപൊളി സ്പോട്ടാണ് കാപ്പിമല വെള്ളച്ചാട്ടം. മസ്റ്റായിട്ട് വരണം. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാക്കോച്ച് തന്നെയുള്ളോടാ? ചാക്കോച്ച് തന്നെയുള്ളോ? ഞാൻ തന്നെ, എൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ട്. എവിടുന്ന്? ഒരാൾ മറ്റേ കൂരാച്ചുണ്ട്, പിന്നെ ഒരാൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എവിടുന്നൊക്കെ വന്നവരാ പറഞ്ഞു കൊടുത്ത് എല്ലാവരോടും ഇവിടെ ഒന്ന് കാണാൻ പറയാം നമുക്കല്ലേ? അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെയാണ് വന്നവർ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വരിക, എൻജോയ് ചെയ്യുക. അടിപൊളി സ്പോട്ടാണ്. ഓക്കെ, ധാരാളം കൂടെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കട്ടെ? അത് വേണോ? എൻ്റെ സ്വന്തം കൊച്ചാട്ട, എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ ഫാമിലി ഫ്രണ്ടാണ്, ഫ്രണ്ടിൻ്റെ മോനാണ് അല്ലേ? പിന്നെ എൻ്റെ മോളുടെ ക്ലാസ്മേറ്റാണ്. അങ്ങനെ 2-3 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചാക്കോച്ചിയെ കണ്ടത്. മോൻ്റെ പേര് ചാക്കോച്ചി എന്നാണ്. ഞങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ബൈ. ഇത് നമ്മുടെ ചാക്കോച്ചിയുടെ ഫ്രണ്ട്സാണ് കേട്ടോ. പറഞ്ഞു എവിടുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞു. എൻ്റെ പേര് ഡാരൽ, ഞാൻ കുറ്റ്യാടിയിൽ നിന്ന് വരുന്നു. ഞാൻ ലിയോ, ആലക്കോട് തന്നെ. ഇഷ്ടപ്പെട്ടോ? ഇത് എത്ര ലിയോയ്ക്ക് ഇത് അറിയത്തില്ലായിരുന്നോ? കുറേ വർഷങ്ങളായിട്ടുള്ളതാണോ ഇതിവിടെ? ഞാൻ ഇവിടെ തന്നെ ഒറ്റത്തിൽ തന്നെയായിരുന്നു താമസം. ഇത് ശരിക്കും ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് ഒക്കെ വരാൻ തുടങ്ങിയത് എത്ര കാലമായി? കുറേയായി. ആണോ? നല്ല തിരക്കായി വൈറലായപ്പോൾ എല്ലായിടത്തും എത്തി. എന്നും തന്നെ ഉണ്ട് ഇങ്ങനെ ആൾക്കാര്? വീക്കെൻഡ്സിലാണ് കൂടുതൽ. ഇതിന്റെ മുകളിലോ? ഈ വഴി അതിലേ പോയാൽ നമ്മൾ ഇതിന്റെ ടോപ്പിലെത്തും. ഇപ്പം മോൻ ഇതിന്റെ ഒക്കെ മുമ്പ് ഇവിടെ വരാറുണ്ട് എപ്പോഴും? ഞങ്ങൾ പണ്ടേ വന്നിട്ടുണ്ട്. ഇവിടെ അപ്പോൾ ഇത്ര ആളൊന്നും ഇല്ലായിരുന്നു, നമുക്ക് കുറച്ചുകൂടെ പീസായിരുന്നു. ഇപ്പോഴാണ് കുറച്ചു കാലമായിട്ട് ഭയങ്കരമായിട്ട് ആൾക്കാർ വരാൻ തുടങ്ങി. ഇന്ന് ശരിക്കും സാറ്റർഡേയും കൂടെ ആയതുകൊണ്ടായിരിക്കും ഇതുപോലെ അല്ലേ? അപ്പോൾ എനിക്ക് ആ പയ്യൻ ഇരിക്കുന്ന കണ്ടിട്ട് ടെൻഷനാവും. അങ്ങനെ മോളി നമ്മുടെ വാട്ടർഫോളിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു 1.5 മഴ കംപ്ലീറ്റ് നനഞ്ഞു. എനിക്ക് മഴ നനയുന്നതിനായിരുന്നില്ല പേടി, എൻ്റെ ക്യാമറയെല്ലാം ആകെ നനഞ്ഞ് കുളമായി. ഞാൻ അറിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ നനഞ്ഞ് ഇറങ്ങി പോയ പോലൊന്നുമല്ല, നല്ല കലക്ക വെള്ളം. പിന്നെ ആൾക്കാർ ഇതാണ്ട് വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. കാണിച്ചു തരാം. അതുണ്ടോ, വെള്ളം കൂടിയപ്പം അവർ സേഫ്റ്റിക്ക് ഇങ്ങനെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. ഈ കയറെ പിടിച്ചിട്ടാണ് ഇപ്പം മുകളിലേക്ക് പോകുന്ന ആ മെയിൻ വാട്ടർഫോൾസിലേക്ക് പോകുന്നവർ പോകുന്നത്. അങ്ങോട്ടേക്ക് പോയപ്പോൾ നല്ല തെളിനീര് പോലെ കിടന്ന വെള്ളമായിരുന്നു. അപ്പോൾ ഇതാണ്ട് മുകളിൽ നിന്നുള്ള കലക്കവെള്ളം എല്ലാം വന്ന്
കുട്ടികളെല്ലാം ഇങ്ങനെ കയറെ പിടിച്ചാണ് വരുന്നത്. എത്ര മഴയാണെങ്കിലും അല്ലെങ്കിലും ആൾക്കാർ വന്നും പോയി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏകദേശം എൻ്റെ കണ്ടു. ഞാൻ പയ്യെ ഇറങ്ങി നമ്മുടെ സെക്കൻഡ് ആ കുഞ്ഞു തോടിലാണ്. ഇവിടുന്ന് നമുക്കിനി അക്കരെ കിടക്കണം. കണ്ടോ കുട്ടികളൊക്കെ കയറ് പിടിച്ച് വരുന്നതുണ്ടോ? ഒരു കുഞ്ഞു കുട്ടീനെ കൊണ്ടോ തോളത്തിട്ടിട്ട് ഒരാൾ വരുന്നത്. ഞാൻ എന്തായാലും ക്യാമറ എടുത്ത് ഉള്ളി വെക്കാൻ പോവാം. കാരണം ഒന്ന് കാല് തെറ്റിയാൽ ഞാനും ക്യാമറയും കൂടെ വെള്ളത്തിലാകും. നമ്മൾ തിരിച്ച് പോയ പ്രകൃതിയൊന്നുമല്ല, തിരിച്ച് നമ്മളിതാണ്ട് എത്തിക്കഴിഞ്ഞു. നല്ല മഞ്ഞുമൂടിയ മലകളും അപ്പം നമ്മുടെ വാട്ടർഫോൾസിൽ നിന്നൊക്കെ ഇറങ്ങി നന്നായിട്ട് മഴയൊക്കെ നനഞ്ഞ്, പക്ഷേ ഞാൻ നനഞ്ഞെങ്കിലും എൻ്റെ ഈ ഷോള് വെച്ചിട്ട് ഞാൻ എൻ്റെ ക്യാമറേനെ സേഫായിട്ട് സൂക്ഷിച്ചു. കുറച്ചും കൂടി വിഷ്വൽസൊക്കെ എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര മഴയായിപ്പോയി. അതെനിക്കതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അതുപോലെ ആയിപ്പോയി. എന്നാലും എൻ്റെ മാക്സിമം എടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ എത്തിയപ്പോഴുണ്ടല്ലോ ഞാനോർത്ത് ഞാനേ ഉള്ളൂ. ഇന്ന് ശരിക്കും സാറ്റർഡേ ആയതുകൊണ്ട്, ഹോളിഡേ ആയതുകൊണ്ട് ഇഷ്ടം പോലെ അറിയുന്നവരെ എനിക്ക് കാണാൻ പറ്റി. അപ്പം അതെല്ലാം ആയതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം എങ്ങോട്ട് തിരിഞ്ഞാലും പരിചയമുള്ള മുഖം ആയതുകൊണ്ട് അതെനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പം അതുകൊണ്ട് അവരോടെല്ലാം സംസാരിക്കാൻ പോകുന്നു, വിഷ്വൽസ് എടുക്കണോ, അങ്ങനെ മൊത്തത്തിലൊരു എന്താ പറയുക, ആകെ ഒരു കൺഫ്യൂഷനായിപ്പോയി. കൂടാതെ മഴയും കയറുമ്പം വലിയ മഴയില്ലാത്തതുകൊണ്ട് എനിക്ക് പൊട്ടത്തരം ചെയ്ത് വെച്ച് ഞാൻ കുട പകുതി ഒഴുക്കി വെച്ചിട്ട് പോന്നു. എനിവേ എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ കാലം കൂടി ഒരു മഴയൊക്കെ നനഞ്ഞ്. അപ്പം ഇന്നത്തെ നമ്മുടെ കാപ്പിമല വാട്ടർഫാൾസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം ഒരു ഏറ്റവും മനോഹരമായ അടുത്തൊരു സ്ഥലവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ. അപ്പോൾ ടാറ്റാ ബൈ. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.